ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? 11ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോഴും ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് നിലവാരമില്ലാത്തതായാണ് നിൽക്കുന്നത്. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഷിറ്റ് കേസാണ്. ഫിനാലെ അടുക്കുമ്പോഴും LKG കുട്ടികളുടെ നിലവാരത്തിലുള്ള കാര്യങ്ങളുടെ പിന്നാലെയാണ് കണ്ടസ്റ്റൻസ് ഇപ്പോഴും പോകുന്നത്. ഇന്ന് രാവിലെ നടന്നതും അത്തരമൊരു കാര്യമാണ്. അനീഷ് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പോയപ്പോൾ അത് ഫ്ലഷ് ചെയ്യാതെ അഴുക്കായി കിടക്കുകയായിരുന്നു. ടോയ്ലറ്റ് ടീമിലുള്ള അനീഷ് അത് സാബുമോനെ അറിയിക്കുകയും ടോയ്ലറ്റ് ടീം ക്യാപ്റ്റൻ ആര്യൻ അത് ക്ലീൻ ചെയ്യുകയും ചെയ്തു. ആരാണെങ്കിലും ഒന്ന് ഫ്ലഷ് ചെയ്തൂടെ എന്ന് ആര്യൻ ചോദിച്ചപ്പോൾ അനീഷ് അത് തന്നെ ഉദ്ദേശിച്ച് നോക്കി പറഞ്ഞതാണെന്ന് പറഞ്ഞ് പ്രോബ്ലം ഉണ്ടാക്കുകയായിരുന്നു. എല്ലാവരോടുമായി പറഞ്ഞ കാര്യമാണ് എന്ന് ആര്യൻ പറഞ്ഞിട്ടും അനീഷ് അത് സമ്മതിക്കുന്നേയില്ല. തന്നെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുകയാണെന്നും തേജോവധം ചെയ്യുകയാണെന്നും അനീഷ് ആരോപിച്ചു. ആരാണ് വാഷ്റൂം യൂസ് ചെയ്തതെന്ന വീഡിയോ കാണിക്കണമെന്നാണ് അനീഷ് പറയുന്നത്. അക്ബറും സാബുമോനും ആര്യനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. തങ്ങളുടെ മുന്നിൽ വെച്ചാണ് ആര്യൻ പറഞ്ഞതെന്നും അവർ കോമണായി പറഞ്ഞതാണെന്നും അവർ പറയുന്നുണ്ട്. ഈ കേസിൽ ആദ്യം കുറ്റക്കാരനാകുന്നത് ബിഗ് ബോസ് ആണ്. കാരണം കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുമ്പോൾ മിനിമം നിലവാരമുള്ളവരെ കൊണ്ടുവരണം. രണ്ടാമത്തേത് കണ്ടസ്റ്റൻസ് ആണ്. യൂസ് ചെയ്ത ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുക എന്നത് കുട്ടികൾ പോലും ചെയ്യുന്ന കാര്യമാണ്. അതുപോലും ചെയ്യാൻ പറ്റാത്ത ആരാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ളത്? പിന്നീട് ഈ വിഷയം ഒരു വലിയ കണ്ടന്റാക്കി അവർ മാറ്റി. ഇത് വളരെ മാന്യമായി എല്ലാവരോടും കൂടി സംസാരിച്ച് സോൾവ് ആക്കേണ്ടതാണ്. അല്ലാതെ ഇത്രമാത്രം വലുതാക്കാനുള്ള കണ്ടന്റ് ഒന്നുമല്ല. നോമിനേഷനിൽ നെവിൻ പറയുന്നത് പോലെ 11ാം വീക്കിലും ഫുഡിൻ്റെയും വാഷ്റൂമിൻ്റെയും പിന്നാലെ പോയി വില കളയാതെ പുതിയ ഗെയിം കളിക്കുമെന്നാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ 90s Kid Official സൈനിങ് ഓഫ്.